നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. റബ്ബർ തോട്ടങ്ങളുടെ ജിയോ മാപ്പിംഗ് ഈ ആഴ്ച തുടങ്ങും. ഭൂമിയുടെ ഉടമസ്ഥാവകാശം, വിസ്തൃതി, അതിരുകൾ എന്നിവ കണക്കാക്കും. ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ മാപ്പിംഗ് നടത്തുന്നത് 10 ജില്ലകളിൽ. കോട്ടയത്ത് അനധികൃതമായി തണൽ മരങ്ങൾ നഗരസഭ മുറിച്ചുമാറ്റി. വേറിട്ട പ്രതിഷേധവുമായി പരിസ്ഥിതി പ്രവർത്തകർ. നഗരത്തിലെ മഴമരത്തിന് മുകളിൽ കയറിയിരുന്ന് പ്രതിഷേധം. ഭരണാധികാരികൾ സ്വയം വിമർശനത്തിന് വിധേയരാകണമെന്ന് തുഷാർ ഗാന്ധി. രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെ ഭരണാധികാരികൾ കുറ്റപ്പെടുത്തുന്നു. റെക്കോർഡ് വിലയിൽ സ്വർണം. പവന് 64,960 രൂപ. വില ഇനിയും മുന്നോട്ടെന്ന് സൂചനകൾ. വാർത്തകൾ വിശദമായി. റബ്ബർ തോട്ടങ്ങൾ ജിയോ മാപ്പിംഗ് ചെയ്യുന്ന നടപടികൾ ഈ ആഴ്ച തുടങ്ങും. തുടക്കത്തിൽ റബ്ബർ കൃഷിയുള്ള 10 ജില്ലകളിലായിരിക്കും ഡിജിറ്റൽ മാപ്പിംഗ് നടത്തുക. റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ റബ്ബർ തോട്ടങ്ങൾ ജിയോ മാപ്പിംഗ് ചെയ്യുന്ന നടപടികൾക്ക് ഈ ആഴ്ച തുടക്കമാകും. തുടക്കത്തിൽ റബ്ബർ കൃഷിയുള്ള 10 ജില്ലകളിലായിരിക്കും ഡിജിറ്റൽ മാപ്പിംഗ് നടത്തുക. പിന്നീട് മറ്റു പ്രദേശങ്ങളിലും നടപ്പാക്കും. ഭൂമിയുടെ ഉടമസ്ഥാവകാശം, വിസ്തൃതി, തോട്ടങ്ങളുടെ അതിരുകൾ എന്നീ വിശദാംശങ്ങൾ ശേഖരിച്ചാണ് ജിയോ മാപ്പിംഗ് നടത്തുന്നത്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബർ യൂറോപ്യൻ യൂണിയന്റെ വനനശീകരണ ചട്ടങ്ങൾ EUDR അനുസരിച്ചുള്ള ഇന്ത്യൻ സുസ്ഥിര പ്രകൃതിദത്ത റബ്ബർ ആണെന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടതിന്റെ ഭാഗമായാണ് ജിയോ മാപ്പിംഗ് ചെയ്യുന്നത്. ജിയോ മാപ്പിംഗിന് ഹൈദരാബാദ് കേന്ദ്രമായ ട്രയംബു ടെക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തെയാണ് റബ്ബർ ബോർഡ് നിയോഗിച്ചിട്ടുള്ളത്. EUDRുമായി ബന്ധപ്പെട്ട് റബ്ബർ ബോർഡ് അവലോകന പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ മാസം 24-ന് കോട്ടയത്ത് അവലോകന പരിപാടി നടക്കും. യൂറോപ്യൻ യൂണിയന്റെ നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായി സപ്ലൈ ചെയിൻ മാപ്പിംഗ്, ട്രേസബിലിറ്റി സിസ്റ്റങ്ങളുടെ വികസനം, തോട്ടങ്ങളുടെ ജിയോ മാപ്പിംഗ് എന്നിവ ISNRന്റെ വ്യവസ്ഥകളിൽ ഉൾപ്പെടുന്നതാണ്. ട്രേസബിലിറ്റി സർട്ടിഫിക്കറ്റ് റബ്ബറിന്റെ ഉറവിടം എവിടെയാണെന്നും അവിടെ EUDR പാലിക്കപ്പെടുന്നുണ്ടെന്നും ഉറപ്പു നൽകുന്നു. റബ്ബർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുമ്പോൾ വനനശീകരണത്തിനുള്ള നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഡ്യൂ ഡിലിജൻസ് സർട്ടിഫിക്കറ്റും നൽകും. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള കർഷകരുടെയും വ്യാപാരികളുടെയും ആശങ്കകൾ പൂർണ്ണമായി പരിഹരിക്കാൻ റബ്ബർ ബോർഡിന് കഴിഞ്ഞിട്ടില്ല. എല്ലാ കർഷകർക്കും വ്യാപാരികൾക്കും സർട്ടിഫിക്കറ്റ് നൽകാൻ ആവശ്യമായ ജീവനക്കാർ റബ്ബർ ബോർഡിലില്ല. ഇതിന്റെ കൃത്യത, വിവരങ്ങൾ ചോരാനുള്ള സാധ്യത തുടങ്ങിയ കാര്യങ്ങളിലും സംശയം ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. റബ്ബർ കർഷകരെ ചൂഷണം ചെയ്യാൻ റബ്ബർ ബോർഡ് കൂട്ടുനിൽക്കുന്നുവെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി എബി ഐപ്പ്. റബ്ബർ ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള കമ്പനികൾ വിപണി വിലയേക്കാൾ 8 രൂപ കുറച്ചാണ് റബ്ബർ സംഭരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. റബ്ബർ കർഷകരെ ചൂഷണം ചെയ്യാൻ റബ്ബർ ബോർഡ് കൂട്ടുനിൽക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി എബി ഐപ്പ്. റബ്ബർ ബോർഡ് നിയന്ത്രണത്തിലുള്ള കമ്പനികൾ റബ്ബർ ബോർഡ് നിശ്ചയിക്കുന്ന വിലയേക്കാൾ കിലോയ്ക്ക് 8 രൂപ കുറച്ചാണ് കർഷകരിൽ നിന്നും ഷീറ്റ് സംഭരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബറിന്റെ വില വർദ്ധിച്ചു വരികയും ആഭ്യന്തര വിപണിയിൽ റബ്ബറിന് ക്ഷാമം നേരിടുകയും ചെയ്യുന്ന സാഹചര്യത്തിലും റബ്ബർ കമ്പനികൾ കൊള്ള തുടരുകയാണെന്നും എബി ഐപ്പ് പറഞ്ഞു. അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബറിന്റെ വില വലിയ തോതിൽ വർദ്ധിക്കുകയും ആഭ്യന്തര വിപണിയിൽ റബ്ബറിന്റെ ഉൽപാദനം കുറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് പോലും റബ്ബർ ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള കമ്പനികൾ ഇവിടുത്തെ റബ്ബർ കർഷകരെ ചൂഷണം ചെയ്യുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് റബ്ബർ ബോർഡ് പ്രഖ്യാപിക്കുന്ന വിലയേക്കാൾ കിലോയ്ക്ക് 8 രൂപ കുറച്ചാണ് റബ്ബർ ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള കമ്പനികൾ തന്നെ ഇപ്പോൾ കർഷകരിൽ നിന്ന് ഷീറ്റ് വാങ്ങുന്നത്. ഇവിടുത്തെ കർഷകരുടെ പങ്കാളിത്തത്തോടുകൂടി ഇവിടെ നിർമ്മിക്കപ്പെട്ട ഈ പറയുന്ന റബ്ബർ ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള കമ്പനികൾ കർഷകരെ ചൂഷണം ചെയ്യുന്ന നടപടിയിൽ നിന്നും അവരെ പിൻവലിപ്പിക്കാൻ റബ്ബർ ബോർഡ് അടിയന്തരമായ നടപടി സ്വീകരിക്കണം. റബ്ബർ കർഷകരെ ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി കർഷകരുടെ പണം ഉപയോഗിച്ച് തുടങ്ങിയവയാണ് ഇത്തരം കമ്പനികൾ. സ്വകാര്യ റബ്ബർ കച്ചവടക്കാർ വിപണി വിലയേക്കാൾ 10 രൂപയോളം താഴ്ത്തിയാണ് കർഷകരിൽ നിന്നും റബ്ബർ ഷീറ്റ് വാങ്ങുന്നത്. 180 രൂപയാണ് റബ്ബറിന് കിലോയ്ക്ക് ഇന്ന് വിപണി വില. റബ്ബർ കർഷകരെയും റബ്ബർ വ്യാപാരികളെയും ഒരുപോലെ ആശങ്കയിലാക്കി റബ്ബർ വില ചാഞ്ചാട്ടം നടത്തുമ്പോൾ വിപണിയിൽ നിലവിലുള്ള വിലയിൽ നിന്നും കുറച്ചു വാങ്ങാനുള്ള റബ്ബർ കമ്പനികളുടെ നീക്കത്തിന് തടയിടാൻ റബ്ബർ ബോർഡ് മുൻകൈയെടുക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അനധികൃതമായി മരങ്ങൾ മുറിച്ചു നീക്കിയതിനെതിരെ കോട്ടയത്ത് മരത്തിൽ കയറിയിരുന്ന് പ്രതിഷേധം. നഗരത്തിന് തണലേകിയിരുന്ന 13 മരങ്ങൾ മുന്നറിയിപ്പില്ലാതെ മുറിച്ചു നീക്കിയതിനെതിരെയാണ് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകർ പോലീസ് പരേഡ് ഗ്രൗണ്ടിന് സമീപത്തെ മഴമരത്തിൽ കയറിയിരുന്ന് പ്രതിഷേധിച്ചത്. ട്രീ കമ്മിറ്റിയിൽ പോലും ചർച്ച ചെയ്യാതെ 13ഓളം മരങ്ങളാണ് കോട്ടയം നഗരസഭ അധികൃതർ അവധി ദിവസത്തിൽ മുറിച്ചു നീക്കിയത്. ഇതിൽ പ്രതിഷേധിച്ചാണ് പരിസ്ഥിതി പ്രവർത്തകർ പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയത്. പോലീസ് പരേഡ് ഗ്രൗണ്ടിന് സമീപമുള്ള മഴമരത്തിൽ കയറിയിരുന്ന് പരിസ്ഥിതി പ്രവർത്തകർ പ്രതിഷേധിച്ചു. വൃക്ഷവൈദ്യൻ കെ ബിനു ഉദ്ഘാടനം ചെയ്തു. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് മരം മുറിക്കുന്നതിനെതിരെ വ്യത്യസ്ത സമരം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന്
നടത്തിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. നഗരസഭാ സെക്രട്ടറിയുടെ നടപടിക്കെതിരെ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചടങ്ങിൽ നഗരത്തിൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ച CP റോയിയെ ആദരിച്ചു. ജോസ് ചമ്പക്കര, ഗോപാലകൃഷ്ണൻ തപസ്യ, അഡ്വക്കേറ്റ് സന്തോഷ് കണ്ടൻചിറ, അജയ് നീലംപേരൂർ, AP തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മരം മുറിക്കുന്നതിനെതിരെ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രകടനമായി എത്തിയാണ് ഇവർ പ്രതിഷേധിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഭരണാധികാരികൾ സ്വയം വിമർശനത്തിന് വിധേയരാകണമെന്ന് തുഷാർ ഗാന്ധി. സ്വന്തം തെറ്റുകൾ കാണാതെ 75 വർഷം മുൻപുള്ളവരെ വിമർശിക്കുകയാണ് ഭരണാധികാരികളെന്നും തുഷാർ ഗാന്ധി അരുവിത്തുറയിൽ പറഞ്ഞു. ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും സ്വയം വിമർശനത്തിന് തയ്യാറാവുകയും സമരസപ്പെടുകയും ചെയ്യുന്ന വലിയ മാതൃകയാണ് സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യത്തിന് നൽകിയതെന്ന് മഹാത്മാഗാന്ധിയുടെ പൗത്രനും ഗ്രന്ഥകാരനുമായ തുഷാർ ഗാന്ധി. സ്വന്തം തെറ്റുകൾ കാണാതെ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെ കുറ്റപ്പെടുത്തുന്ന ഭരണാധികാരികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ചരിത്രത്തെ വിമർശിക്കാൻ എളുപ്പമാണെന്നും ചരിത്രം സൃഷ്ടിക്കുക ശ്രമകരമാണെന്നും തുഷാർ ഗാന്ധി പറഞ്ഞു. ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹത്തോട് ആശയപരമായ വിയോജിപ്പുണ്ടായിരുന്നിട്ടും ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകാൻ പട്ടേൽ തയ്യാറായി. പിന്നീട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപ്പു സത്യാഗ്രഹം നിർണായക വഴിത്തിരിവായി മാറിയെന്നും തുഷാർ ഗാന്ധി ഓർമ്മിപ്പിച്ചു. That is not a sign of a statesman. A true statesman will stand up and say, "I'm sorry I made a mistake. Please give me another chance and I will try to change and make a difference for the better." But a politician makes excuses. That is the difference between leaders like Sardar Patel, Pandit Nehru and all the other leaders who gave us our constitution, who strengthened our democracy and ensured that for 75 years this nation would never face a threat. അരുവിത്തുറ സെന്റ് ജോർജസ് കോളേജ് PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷും IQACയും ചേർന്ന് സംഘടിപ്പിച്ച സെമിനാറിൽ സർദാർ വല്ലഭായ് പട്ടേലും ഗാന്ധിയും ഗാന്ധിയൻ സത്യാഗ്രഹവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു തുഷാർ ഗാന്ധി. വിദ്യാർത്ഥികളുടെ വിവിധ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി. കോളേജ് മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകല്ലിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ CB ജോസഫ്, കോളേജ് ബർസാർ ഫാദർ ബിജു കുന്നക്കാട്ട്, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ, IQAC കോർഡിനേറ്റർ ഡോക്ടർ സുമേഷ് ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി 100 വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. കൊയ്തിട്ടിരിക്കുന്ന നെല്ല് സംഭരിക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കാത്ത പാടി മാർക്കറ്റിംഗ് ഓഫീസർക്കെതിരെ നെൽകർഷകരുടെ പ്രതിഷേധം. കോട്ടയത്ത് പാടി ഓഫീസിലെത്തിയാണ് കർഷകർ പ്രതിഷേധിച്ചത്. കൊയ്തിട്ടിരിക്കുന്ന നെല്ല് സംഭരിക്കാൻ തയ്യാറാകാത്ത മില്ലുടമകൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ ശക്തമായ പ്രതിഷേധവുമായി നെൽകർഷകർ രംഗത്ത്. ഇന്നലെ ജെ ബ്ലോക്ക് 9000 പാടശേഖരം സന്ദർശിച്ച പാടി മാർക്കറ്റിംഗ് ഓഫീസർ കിഴിവ് ആവശ്യമില്ലാത്ത നെല്ല് ഉടൻ സംഭരിക്കാൻ നടപടിയെടുക്കുമെന്ന് കർഷകർക്ക് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ വൈകുന്നേരമായപ്പോൾ നെല്ല് മോശമാണെന്ന് പറഞ്ഞ് മില്ലുകാരെ സംരക്ഷിക്കുന്ന നടപടിയാണ് പാടി മാർക്കറ്റിംഗ് ഓഫീസർ സ്വീകരിച്ചതെന്ന് നെൽകർഷക സംരക്ഷണ സമിതി പ്രവർത്തകർ കുറ്റപ്പെടുത്തി. കിഴിവില്ലാതെ മുഴുവൻ നെല്ലും സംഭരിക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് പാടി മാർക്കറ്റിംഗ് ഓഫീസർ അട്ടിമറിച്ചതായും നെൽകർഷകർ പറഞ്ഞു. തീരുമാനം അട്ടിമറിച്ചതിനെതിരെ കോട്ടയത്ത് പാടി ഓഫീസിൽ കർഷകർ പ്രതിഷേധവുമായി എത്തി. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കോട്ടയം പാടി ഓഫീസ് ഉപരോധിക്കുന്നത് അടക്കമുള്ള സമരമാർഗങ്ങൾ സ്വീകരിക്കുമെന്നും നെൽകർഷക സംരക്ഷണ സമിതി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില ഉയർന്നു. പവന് 440 രൂപയാണ് കൂടിയത്. ഇതോടെ പവന് 64,960 രൂപയായി. ഗ്രാമിന് 55 രൂപ കൂടി 8,120 രൂപയായി. വില ഇനിയും ഉയരുമെന്നാണ് വ്യാപാരികൾ നൽകുന്ന സൂചന. പൊതു ഇടങ്ങൾ സുന്ദരമാക്കാൻ കുട്ടികളും മാലിന്യമുക്തം കേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി പാലാ പുലിയന്നൂർ ഗവൺമെന്റ് ന്യൂ LP സ്കൂളിലെ കുട്ടികൾ പുലിയന്നൂർ തെക്കുമുറി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പരിസരത്ത് ചെടികൾ വെച്ചുപിടിപ്പിച്ചു. മാലിന്യമുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി പൊതുവിടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക, പൂച്ചെടികൾ നട്ട് സുന്ദരമാക്കുക എന്ന ലക്ഷ്യത്തോടെ പുലിയന്നൂർ ഗവൺമെന്റ് ന്യൂ LP സ്കൂൾ വിദ്യാർത്ഥികൾ പുലിയന്നൂർ തെക്കുമുറി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ചുറ്റുപരിസരം സൗന്ദര്യവൽക്കരിക്കുന്നു. മാലിന്യം നിറഞ്ഞിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രവും പരിസരവും കുട്ടികൾ വൃത്തിയാക്കി. തുടർന്ന് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് മീന ഭവൻ പൂച്ചെടികൾ നട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പുതിയ തലമുറ, നമ്മുടെ മാലിന്യമുക്ത കേരളവുമായി ബന്ധപ്പെട്ട് പുതിയ തലമുറ എങ്ങനെ ആകണം എന്ന് തീരുമാനിക്കേണ്ടത് അവരുടെ പ്രവൃത്തികളിലൂടെയാണ്. ആ പ്രവൃത്തികൾ കണ്ടെത്തി അവർ ജൈവമാലിന്യങ്ങളും അജൈവ മാലിന്യമൊക്കെ വേർതിരിക്കാനൊക്കെ പഠിച്ചുകൊണ്ട് പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ പഠിച്ചുകൊണ്ട് ആ പുതുതലമുറയെ
നമ്മൾ നല്ല രീതിയിൽ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പദ്ധതി മുത്തോലി പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കും. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ മുണ്ടമറ്റം, വാർഡ് മെമ്പർ ആര്യ സെബിൻ ചീനാങ്കുഴി, PTA പ്രസിഡന്റ് ദീപു മാത്യു പുതിയ വീട്ടിൽ, ഹെഡ്മിസ്ട്രസ് ആശാ ബാലകൃഷ്ണൻ, അധ്യാപകർ, PTA അംഗങ്ങൾ, രക്ഷിതാക്കൾ എന്നിവർക്കൊപ്പം സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും പൂച്ചെടികൾ നട്ട് പദ്ധതിയുടെ ഭാഗമായി. പാലാ വിദ്യാഭ്യാസ ജില്ലയിൽ ഇങ്ങനെയൊരു പ്രവർത്തനം ഏറ്റെടുക്കുന്ന ആദ്യത്തെ വിദ്യാലയമാണ് പുലിയന്നൂർ ഗവൺമെന്റ് ന്യൂ LP സ്കൂൾ. ന്യൂസ് ബ്യൂറോ, പാലാ. ന്യായവേതനം ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ആദരവും ഐക്യദാർഢ്യവുമായി യൂത്ത് കോൺഗ്രസ് പാലാ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുരിശുപള്ളി കവലയിൽ സമരജ്വാല നടത്തി. DCC ജനറൽ സെക്രട്ടറി CT രാജൻ ഉദ്ഘാടനം ചെയ്തു. പാലാ നഗരസഭയിലെ ആശാവർക്കർമാരായ ജിതിക ജോസഫ്, പ്രിയൂഷ A, രമ മനോജ്, നിഷ PR, അനൂപി മോഹൻ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു. കരൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ട്രാക്ടർ പാടശേഖര സമിതിക്ക് കൈമാറി. കരൂർ തൊണ്ടിയോടി ചെറുനില പാടശേഖരത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അനന്യ രാമൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് ട്രാക്ടർ ഉദ്ഘാടനം ചെയ്തു. 2024-25 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 ലക്ഷം രൂപയും പാടശേഖര സമിതിയുടെ ഗുണഭോക്തൃ വിഹിതവും ഉൾപ്പെടുത്തി കരൂർ കൃഷി ഓഫീസറാണ് പദ്ധതി നിർവഹണം നടത്തിയത്. അറിയിപ്പ്: കെൽട്രോണിന്റെ കോട്ടയം സെന്ററിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ DCA, വേഡ് പ്രോസസിംഗ്, ഡാറ്റ എൻട്രി, WPDE, ടാലി കോഴ്സുകൾക്കും നോർക്ക റൂട്ട്സ് അറ്റസ്റ്റേഷന് യോഗ്യമായ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ് വിത്ത് ഗാഡ്ജസ്റ്റ് ടെക്നോളജി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. യോഗ്യത SSLC, +2, ITI. ഫോൺ 6212129387. വാഴൂർ 17 മൈൽ ഇലഞ്ഞിക്കൽ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം ഈ മാസം 16 മുതൽ 20 വരെ നടക്കും. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ നാരായണൻ നമ്പൂതിരിയുടെയും മേൽശാന്തി ചേനപ്പാടി കിഴക്കിനേത്ത് ശ്യാം ശർമ്മയുടെയും കാർമ്മികത്വത്തിലാണ് ഉത്സവം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റബ്ബർ തോട്ടങ്ങളുടെ ജിയോ മാപ്പിംഗ് ഈ ആഴ്ച തുടങ്ങും. ഭൂമിയുടെ ഉടമസ്ഥാവകാശം, വിസ്തൃതി, അതിരുകൾ എന്നിവ കണക്കാക്കും. ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ മാപ്പിംഗ് നടത്തുന്നത് 10 ജില്ലകളിൽ. കോട്ടയത്ത് അനധികൃതമായി തണൽ മരങ്ങൾ നഗരസഭ മുറിച്ചുമാറ്റി. വേറിട്ട പ്രതിഷേധവുമായി പരിസ്ഥിതി പ്രവർത്തകർ. നഗരത്തിലെ മഴമരത്തിന് മുകളിൽ കയറിയിരുന്ന് പ്രതിഷേധം. ഭരണാധികാരികൾ സ്വയം വിമർശനത്തിന് വിധേയരാകണമെന്ന് തുഷാർ ഗാന്ധി. രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെ ഭരണാധികാരികൾ കുറ്റപ്പെടുത്തുന്നു. റെക്കോർഡ് വിലയിൽ സ്വർണം. പവന് 64,960 രൂപ. വില ഇനിയും മുന്നോട്ടെന്ന് സൂചനകൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.